പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നു. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ സാധ്യതയുള്ള 2 ധ്യാനചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തേത് ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ്. ആത്മീയ പ്രകാശം ലഭിച്ച മനുഷ്യരെക്കുറിച്ച് എഴുതിയൊരു പുസ്തകം, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിറഞ്ഞൊരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് ആഫ്റ്റർ ദ എക്സ്റ്റസി ദ ലോണ്ട്രി എന്നതാണ്. ആ പേരാണ് എന്നെ ആകർഷിച്ചത്. എക്സ്റ്റസി എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ച വലിയ ആത്മീയ പ്രകാശമാണ്, ദൈവാനുഭവങ്ങളൊക്കെയാണ്. എന്നാൽ അതിന് ശേഷമുള്ളത് എന്താണ്? ദ ലോണ്ട്രി. അലക്കേണ്ട അഴുക്ക് പുരണ്ട തുണിയാണ് ലോണ്ട്രി. ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുന്നത്? അത് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്. ഒരു വശത്ത് ആത്മീയ പ്രകാശത്തോട് താല്പര്യമുണ്ട്, നന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, വിശുദ്ധിയോട് ആഭിമുഖ്യമുണ്ട്. മറുവശത്ത് നമ്മെ പിന്നിലേക്ക് വലിക്കുന്ന പ്രലോഭനങ്ങൾ, തിന്മകൾ, നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും വീണുപോകുന്ന, ഇടറിപ്പോകുന്ന ദൗർബല്യങ്ങൾ, അതുള്ള മനുഷ്യരാണ് നമ്മൾ. ഈ വലിയ ആഴ്ച യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് ധ്യാന വിഷയമാക്കുമ്പോൾ മനസ്സിലാകും, ഒരു വശത്ത് നമ്മൾ ശക്തരാണ്, മറുവശത്ത് നമ്മൾ ബലഹീനരാണ്. നമ്മിലുള്ള ആത്മീയ ശക്തിയെ ബലപ്പെടുത്തുന്ന സമയമാണ് ഈ നോമ്പുകാലം. നമ്മിലുള്ള ബലഹീനതകളെ ദുർബലമാക്കുന്ന സമയമാണ് നോമ്പുകാലം. ഒന്ന് സത്യസന്ധമായി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. പല കാര്യങ്ങളും മാറ്റേണ്ടതുണ്ട്. നമുക്ക് മറ്റാരെയും വിധിക്കാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ ദൗർബല്യങ്ങളുള്ളവരാണ് നാം. ഈ ഒരാഴ്ച കണ്ണാടി നമുക്ക് നേരെ തന്നെ തിരിച്ചു വയ്ക്കാം. എന്തൊക്കെ മേഖലകളിലാണ് നമുക്ക് ഈ ദ ലോണ്ടറി ഉള്ളത്? ഈ കഴുകി വൃത്തിയാക്കേണ്ട വസ്ത്രങ്ങൾ, അതിന് സമാനമായ എന്തൊക്കെ മേഖലകളാണ് ജീവിതത്തിലുള്ളത് എന്ന് പരിശോധിക്കാം. അതിന് വേണ്ട ഒരു ശ്രദ്ധ ഈ ആഴ്ച നമുക്കുണ്ടാവട്ടെ. രണ്ടാമത്തെ ചിന്ത, മാപ്പപേക്ഷയെക്കുറിച്ച് കേട്ട ഒരു വാക്യമാണ്. ഒരു പ്രസംഗം കേട്ടു പോവുകയായിരുന്നു. ആ വാക്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പൊതിഞ്ഞു. അതിങ്ങനെയാണ്: നിങ്ങൾ ഒരാളോട് മാപ്പപേക്ഷിക്കുന്നത്, ഐ ആം സോറി എന്ന് പറയുന്നത് തെറ്റു ചെയ്തു പോയത് കൊണ്ട് മാത്രമല്ല, ആ ബന്ധം തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എത്ര മനോഹരമായൊരു കാഴ്ചപ്പാടും നിരീക്ഷണവുമാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പരിഗണിക്കുക. നാം ഒരു പാപം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് അനുതപിച്ചേറ്റു പറയുന്നു, ഐ ആം സോറി എന്ന് പറയുന്നു. ആ പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ബലഹീനതകളെ നമ്മൾ ഏറ്റുപറയുക മാത്രമല്ല, അങ്ങനെയൊരു ഘട്ടമുണ്ട്, അനുതാപത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്, ആഗ്രഹമാണ്. കർത്താവിൽ നിന്ന് അകന്നുപോയി, സ്നേഹം നഷ്ടപ്പെട്ടു, ആ സ്നേഹം തിരിച്ചു പിടിക്കണം. നാം ആരെങ്കിലുമൊക്കെ ആയിട്ട് അകൽച്ചയിലാണ് എന്ന് വിചാരിക്കുക, കലഹത്തിലാണ്. ചില കാര്യങ്ങൾ നമുക്ക് വീഴ്ച വന്നു പോയിട്ടുണ്ട്. അവരെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ പറയുന്നു, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. എന്നാൽ ചെയ്തു പോയ പ്രവൃത്തിയുടെ വലിപ്പം കൊണ്ട് മാത്രമല്ല, നാം അങ്ങനെ പറയാൻ തയ്യാറാകുന്നത് ആ ബന്ധം നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നോമ്പുകാലത്തിൻ്റെ അവസാന ആഴ്ച കർത്താവിന് മുമ്പിലൊക്കെ പോയി നിന്നിട്ട് ഐ ആം സോറി എന്ന് പറയുന്നത്, നല്ല കുമ്പസാരം നടത്തുന്നത് പാപഭാരം കൊണ്ട് മാത്രമല്ല, ഭയം കൊണ്ടുമല്ല, മറിച്ച് നഷ്ടമായി പോയല്ലോ ദൈവസ്നേഹത്തിൻ്റെ തണൽ എന്ന സങ്കടത്തിൽ നിന്നാണ്. ആരോടെങ്കിലുമൊക്കെ അകൽച്ചയൊക്കെ ഉണ്ട്, പരിഹരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഒന്ന് അനുരഞ്ജനപ്പെടുന്നത്, അത് നമുക്ക് ആ ബന്ധം തുടരാൻ ആഗ്രഹമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. വിശുദ്ധവാരമാണ്. നമ്മുടെ എല്ലാം ജീവിതം വിശുദ്ധമായി പരിണമിക്കട്ടെ.